നമുക്ക് അവിയൽ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഞാൻ ഓൾറെഡി ഇതേ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കായ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചേന ഉണ്ട്, പിന്നെ മുരിങ്ങാക്കായ ഉണ്ട്, പിന്നെ പയറുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ഇതൊക്കെ അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട്, പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു കുറച്ച് നമ്മൾ തൈരും ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡിന് പെട്ടെന്ന് തോന്നിയതാണ്, ഇത്രയും സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് അവിയൽ വെച്ചാലോ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് ഞാനും കരുതി. അങ്ങനെ നമ്മളിതെല്ലാം വെച്ചതിന് ശേഷം ഒരു വാഴയില നന്നായി കഴുകിയിട്ട് ഇത് നന്നായിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഉരുളി മൂടി വെച്ചു. അടുപ്പിലെ തീയൊക്കെ നോക്കി ഇത് അരപ്പ് റെഡിയാക്കുകയാണ്. കുറച്ച് കൊച്ചുള്ളി, പച്ചമുളകും ജീരകം, ഇത്രയാണ് നമ്മൾ എടുക്കാറുള്ളത്. അതിനകത്തേക്ക് പാകത്തിനുള്ള തേങ്ങ ഇടുന്നു, ഒരു കുറച്ച് ആവശ്യത്തിന് മാത്രം തൈര് ഇടുന്നു, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇത്രയും ചേർത്താണ് കേട്ടോ നമ്മൾ അരപ്പ് റെഡിയാക്കാറുള്ളത്. അപ്പോൾ അരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചതച്ചെടുക്കുകയേ ചെയ്യാറുള്ളൂ, നന്നായിട്ട് അരക്കില്ല. അപ്പം അതെ, ഇവിടെ കണ്ടില്ലേ, നമ്മൾ അരപ്പൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തതിനകത്തേക്ക് ഈ അരപ്പ് ചേർത്ത് പാകാക്കി കേട്ടോ. പിന്നെ നമ്മൾ അപ്പോൾ ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം പാകാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ചേർത്ത്, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, ഒന്ന് തിളപ്പിച്ചിട്ടോ. അതായത് കൂടുതലില്ല, ഒന്ന് തിളയ്ക്കാൻ വെച്ച ശേഷം വീണ്ടും നമ്മൾ നേരത്തെ വെച്ച ആ വാഴയിലല്ലേ, അപ്പോൾ ആ വാഴയിലൊന്ന് വെച്ച് അത് ദേ കണ്ടില്ലേ, ആവിയെല്ലാം വന്നിട്ട് നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല്, ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും കേട്ടോ. ഇങ്ങനെയാണോ നിങ്ങളെ